പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും വന്ദനം, സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഈ അടുത്തിടെ വായിച്ച, അതായത് ഇന്നലെ വായിച്ചു തീർത്ത ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വി.ജെ. ജെയിംസ് എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ 2014 DC ബുക്സ് പ്രസിദ്ധീകരിച്ച നിരീശ്വരൻ എന്ന നോവൽ. അത് ഇപ്രകാരമാണ്: നിരീശ്വരൻ എന്ന നോവൽ. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ചിന്തോദ്ദീപകങ്ങളായ നോവലുകൾ മലയാളത്തിൽ ആധുനിക കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും പൊതുവായി നോക്കുമ്പോൾ നന്നേ കുറവാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ അർഹിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന കൃതിയാണ്. ഇതിൽ വളരെയധികം ചിന്തിക്കാനുള്ള വകയുണ്ട്. പ്രത്യേകിച്ച് ഇതിനെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം മതത്തെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയമായ ഒരു വീക്ഷണം, വിശ്വാസവും അവിശ്വാസവും, ഈശ്വരവാദവും നിരീശ്വരവാദവും, അല്ലെങ്കിൽ ഈശ്വര സങ്കല്പവും എന്ന് പറയുന്നതാണ് ശരി, ഈശ്വര സങ്കല്പവും നിരീശ്വര സങ്കല്പവും എങ്ങനെയാണ് മനുഷ്യ മനസ്സിനോട് അടുത്തു നിൽക്കുന്നത്, ഇപ്രകാരമുള്ള ദിശയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുവാൻ ഉണ്ടാകുന്ന കാരണം എന്താണ്, സാമാന്യ ബുദ്ധി കൊണ്ട് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുടെ പരിമിതികൾ എന്താണ്, നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പ്രത്യേകമായ മണ്ടത്തരങ്ങൾ എന്താണ്, അതേസമയം തന്നെ വിശ്വാസികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മണ്ടത്തരം എന്താണ്. ആത്യന്തികമായി നോക്കുമ്പോൾ വിശ്വാസികളും അവിശ്വാസികളും ഒരേ തട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം. ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്രത്തിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ വിദഗ്ധമായി, വളരെ വളരെ സാമർഥ്യത്തോടെ, അതായത് സാഹിത്യ നിപുണതയോടെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു മലയാള നോവൽ ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് വായിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഇതിൻ്റെ കഥാപാത്രങ്ങളെ ഞാൻ ഒന്ന് പേര് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്തിട്ടെ. ആന്റണി എന്നും ഭാസ്കരൻ എന്നും സാഹിൽ എന്നും പറയുന്ന 3 കഥാപാത്രങ്ങൾ. അവരുടെ പേരുകളുടെ ആദ്യ അക്ഷരം ചേർത്ത് അവരെ ആഭാസന്മാർ എന്നാണ് പറയുന്നത്. ആന്റണി, ഭാസ്കരൻ, പിന്നെ സാഹിൽ, ആഭാസന്മാർ. അതിനകത്ത് ഒരു പ്രത്യേക ഒരു ആശയമുള്ളത്, ഇവർ 3 മതങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെങ്കിലും ഇവർ ഒരേ ആത്മാവിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് അവരുടെ പേരുകളുടെ ആദ്യ ഭാഗം കൂട്ടിച്ചേർത്ത് ഒരേ പേരായ ആഭാസന്മാർ എന്ന് അവരെ വിളിക്കുവാനുള്ള യുക്തി ഉദിക്കുന്നത്. അവർ പേരുകൊണ്ട് മതങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെങ്കിലും അവരുടെ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിത ലക്ഷ്യങ്ങൾ കൊണ്ടോ ഈ മതങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല. നമുക്കറിയാം, അങ്ങനെ മതങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും ആത്മമിത്രങ്ങളാകുമായിരുന്നില്ല. അതുകൊണ്ട് മതത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ചാൽ മാത്രമേ മനുഷ്യന് അല്ല മനുഷ്യത്വത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു സ്വഭാവമായ മിത്രത്വം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പ്രാപിപ്പാനും നിലനിർത്താനും കഴിയുകയുള്ളൂ എന്നൊരു സൂചന ഇവിടെയുണ്ട്. പക്ഷെ അതല്ല ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. അതുപോലെ മറ്റൊരു 3 സുഹൃത്തുക്കളാണ് അർണോസ് എന്നും ഈശ്വരൻ എംബ്രാന്തിരി എന്നും സയ്യിദ് എന്നും പറയുന്ന 3 കൂട്ടർ. ഞാനിവരെ പറ്റിയൊന്നും വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ അർണോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പുരോഹിതനായി തീരാനായി സെമിനാരിയിൽ പോയി പഠിച്ച് അവിടെ വെച്ച് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. അതെല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന വ്യക്തിയാണ്. എംബ്രാന്തിരി ഹിന്ദുമത ആചാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സയ്യിദ് അപ്രകാരമുള്ള ഒരു ഇസ്ലാം സംബന്ധമായ
പൗരോഹിത്യ വൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ആഭാസന്മാർ നിരീശ്വരത്വ അല്ലെങ്കിൽ നിരീശ്വര ആശയത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഈ അർണോസും എംബ്രാന്തിരിയും സൈദും ചേർന്നുള്ള ആ ത്രിത്വം ട്രിനിറ്റി മതത്തെ പ്രതിനിധീകരിക്കുന്നു. അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 6 കഥാപാത്രങ്ങളെ ഞാൻ പരാമർശിച്ചു കഴിഞ്ഞു. പിന്നെ വേറൊരു കഥാപാത്രമാണ് സുമിത്രൻ എന്നാണ്. സുമിത്രൻ ഒരു മന്ദബുദ്ധിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. പക്ഷേ ഈ നിരീശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ആശ്രയമാക്കി സ്ഥാപിച്ച ബിംബത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ സുമിത്രൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് അവന് സംസാരിക്കാനുള്ള ആ കഴിവ് കിട്ടി എന്ന് പറഞ്ഞ് ഈ ഒരു പ്രസ്ഥാനത്തിന് വളരെയധികം ലാഭമുണ്ടായി. അതുകൊണ്ട് സുമിത്രൻ ഈ ഒരു കഥയിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രമാണ് ഒരു ശാസ്ത്രജ്ഞനായ റോബർട്ടോ. എന്നാൽ അതുപോലെ തന്നെ ഈ റോബർട്ടോയ്ക്ക് അദ്ദേഹം ഗന്ധത്തെ പറ്റി ഗവേഷണം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ ഗവേഷണത്തിൽ സഹായിക്കുന്നത് ജാനകി എന്ന് പറയുന്ന ഒരു ഗ്രാമവേശ്യയാണ്. അത് വളരെ കൗതുകമേറിയ ഒരു കൂട്ടുകെട്ടാണ്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ മേഘ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ഇന്ദ്രജിത്ത് എന്ന കഥാപാത്രം, അദ്ദേഹത്തിന് ഒരപകടം വന്ന് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോൾ അനസ്തീഷ്യ കൊടുത്തതിൻ്റെ ഫലമായി 24 വർഷം ഉള്ളിൽ ബോധമുണ്ടെങ്കിലും ശരീരത്തിന് യാതൊരു ചലനമില്ലാതെ അങ്ങനെ കിടന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വിധത്തിൽ ഇന്ദ്രജിത്തിനെ ആക്കി വെച്ചത് ഒരു കള്ളുകുടിയനാണ്. കള്ളുകുടിയൻ അടി കൊണ്ടിട്ട് ഇന്ദ്രജിത്തിൻ്റെ കൈ ഒടിഞ്ഞ് അങ്ങനെ കൈ ചികിത്സിക്കാനായി ആശുപത്രിയിൽ പോയി അനസ്തീഷ്യ ചെയ്തപ്പോൾ കിട്ടിയ പ്രശ്നമാണിത്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ മേഘ ഇതിൽ വളരെ വളരെ ശ്രദ്ധേയമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പരാമർശിച്ച പോലെ ഇന്ദ്രജിത്ത് 24 ദീർഘവർഷങ്ങൾ ബോധമില്ലാതെ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ വ്യക്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുധ, പിന്നെ അന്നമ്മ, അങ്ങനെ അന്നമ്മയുടെ ഭർത്താവ് മരിച്ചുപോയ അന്നമ്മയുടെ 4 പെൺമക്കൾ, ഇങ്ങനെ അനേക കഥാപാത്രങ്ങൾ. ഇത് ഗ്രാമീണ ജീവിതത്തിൻ്റെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ചിത്രീകരണം ഇതിലുണ്ട്. പല തട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണ് ഈ നോവലിലുള്ളത്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ നമുക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആശയം ഞാൻ ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ആഭാസന്മാർ ഞാൻ പറഞ്ഞു, ആൻ്റണിയും ഭാസ്കരനും സാഹിൽ എന്ന് പറയുന്ന ഈ 3 പേർ മനുഷ്യൻ്റെ വിശ്വാസത്തെ ഒന്ന് കൊച്ചാക്കുന്നതിന് വേണ്ടി, സർഗാത്മകമായി വിമർശിക്കുന്നതിന് വേണ്ടി അവർ നിരീശ്വരൻ്റെ പ്രതിമയുണ്ടാക്കുന്നു. അത് ആലും മാവും കൂടെ ഒന്നിച്ചു വളരുന്ന ഒരു കവലയിൽ കൊണ്ട് സ്ഥാപിച്ച് അത് ഏറെ താമസിയാതെ ഒരു മതത്തിൻ്റെ സ്റ്റേറ്റസ് പ്രാപിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സുമിത്ര എന്ന് പറയുന്ന ഈ മന്ദബുദ്ധിയുടെ നാവിൻ്റെ കെട്ടഴിക്കാനായി ഈ നിരീശ്വരനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഫലിച്ചു. അതുകൊണ്ട് നിരീശ്വരന് ദിവ്യമായ കഴിവുകളുണ്ട്. അപ്പം ഈ അത്ഭുതത്തിൽ കൂടെ മനുഷ്യനിർമ്മിതമായ ഈ ഒരു കാര്യം ദൈവതുല്യമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നു. ഇത് മത ആരംഭങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് തികച്ചും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും അത്ഭുത സംഭവങ്ങൾക്ക് അർഹിക്കാത്ത പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം ആളുകൾ നിരന്തരമായി നമ്മുടെ നിരീശ്വരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരീശ്വരൻ പൂജ അർപ്പിക്കാനായി ഈ ഈശ്വരൻ എംബ്രാന്തിരി ചുമതല ഏറ്റെടുക്കുന്നു.
അവിടെ ഒരു പ്രാർത്ഥനാ സംഘം ഉണ്ടാകുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ സുധ എന്ന് പറയുന്ന കഥാപാത്രം അവരുടെ ഭർത്താവായ ഇന്ദ്രജിത്ത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ 24 വർഷങ്ങളായി ബോധമില്ല ഇങ്ങനെ കിടക്കുന്ന, ജീവച്ഛവം പോലെ കിടക്കുന്ന എൻ്റെ ഭർത്താവിന് സൗഖ്യം തരണേ, ബോധം തിരിച്ചു കിട്ടണേ എന്ന് നിരീശ്വരനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഇന്ദ്രജിത്ത് ബോധം വീണ്ടെടുത്തു. ഇതൊരു വലിയ സംഭവമായി. പക്ഷെ ഇതിന് മറ്റൊരു സാധ്യതയുള്ളത്, ഞാൻ ഈ പറഞ്ഞതുപോലെ റോബർട്ടോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ശാസ്ത്രാതീത തലത്തിലും സഞ്ചരിക്കുന്ന വ്യക്തിയാണ്, സാധാരണ ശാസ്ത്രജ്ഞന്മാരെ പോലെ അല്ല. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലെ ബോധതലങ്ങളുടെ വൈബ്രേഷൻസ്, അതിൻ്റെ ഊർജം, അവയെപ്പറ്റിയൊക്കെ നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൻ്റെ ആ ഊർജം കൊണ്ട് ഇങ്ങനെ ജീവശവം പോലെ കിടക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ ആ ബോധതലങ്ങളെ സ്പർശിച്ചപ്പോഴാണ് ഈ ഒരു വലിയ വ്യതിയാനം വന്ന് ഇന്ദ്രജിത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്നതാണ് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യമെന്ന് നോവൽ രേഖപ്പെടുത്തുന്നു. പക്ഷേ അതിന് മതപരമായ വിവക്ഷ വരുന്നത് ഈ നിരീശ്വരനോട് ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയായ സുധ അങ്ങനെ കേണപേക്ഷിച്ചിട്ടാണ്. അങ്ങനെ നിരീശ്വരൻ കണ്ണു തുറന്ന് മനസ്സലിഞ്ഞ് നൽകിയ വരദാനമാണ് എന്ന ആശയമാണ് നാട്ടിലംഗം പരക്കുന്നത്. അതുകൊണ്ട് നിരീശ്വരന് വലിയ വലിയ ജനപ്രീതി ഉണ്ടാകുകയും അവിടത്തേക്ക് വലിയ ജനപ്രവാഹം ഉണ്ടാകുകയും അതൊരു വലിയ മത കച്ചവടമായി രൂപാന്തരപ്പെടുകയും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബിംബമുണ്ടാക്കി അത് അവിടെ പ്രതിഷ്ഠിച്ച് ഇതൊക്കെ നോക്കി നിന്ന ആളുകളെ നമ്മുടെ ആഭാസന്മാർ ആന്റണിയും ഭാസ്കരനും സഹീലും അവരിപ്രകാരം ചെയ്തത് ഇങ്ങനെ വരുമെന്നും, അങ്ങനെ വരുമ്പോൾ അത് ഏതാണ്ട് ഒരു വളർച്ച പ്രാപിക്കുമ്പോൾ ഇതിനെ തച്ചുടച്ച് ഇങ്ങനെയുള്ള ഭക്തി വികാരങ്ങൾ തികച്ചും അസ്ഥാനത്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവർ സൃഷ്ടിച്ചതെങ്കിലും ഏറെ താമസിയാതെ അതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. അപ്പോൾ ഈ അവരുണ്ടാക്കിയ ഈ ബിംബം അത് തലയില്ല, കൈയില്ല, കാലില്ല. കാരണം അത് നമുക്ക് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മനസ്സിലാകും, ബിംബങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. യേശു പറയുന്ന പോലെ കൈ ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. എങ്കിലും അങ്ങനെയുള്ളതിൽ പോലും തീവ്രമായ വിശ്വാസം അർപ്പിക്കാൻ മനുഷ്യർ എപ്പോഴും തയ്യാറാണ് എന്ന ഒരു വിചിത്രമായ എന്നാൽ സത്യസന്ധമായ യാഥാർത്ഥ്യം ഏറി നിൽക്കുന്ന ഒരു സങ്കല്പമാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ജെയിംസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഈ സൗഖ്യം പ്രാപിക്കുന്നതിൽ കൂടെ ന്യായമായും നിരീശ്വരന് വലിയ ഒരു ഖ്യാതി ഉണ്ടായാൽ ലാഭമുണ്ടാകും എന്ന് നമുക്കറിയാം. അങ്ങനെ അത് വളരെ ശക്തി പ്രാപിച്ചു. അപ്പോൾ ഈ തരുണത്തിൽ ഇതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാനായി ഇത് സ്ഥാപിച്ച ആഭാസന്മാർ ശ്രമിക്കുന്നു. അവർ ബോംബിട്ട് നശിപ്പിക്കാൻ നോക്കുന്നു. ആ ശ്രമത്തിൽ അവർ പിടിക്കപ്പെടുന്നു. ഇത് കഥയുടെ ഒരു ഭാഗം. എന്നാൽ അതുപോലെ തന്നെ നമുക്കറിയാം റോബർട്ടോ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ ഈ സംഭവങ്ങളൊക്കെ കാണാനുള്ളൊരു അവസരത്തിലാണെങ്കിൽ ഒരു കഥാപാത്രത്തെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളും നിഗമനങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സാധാരണ മനുഷ്യരുടെ അനുഭവത്തിൽ എങ്ങനെയാണ്, ഒരു വേശ്യയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പലവിധമായ കാഴ്ചപ്പാട്. അപ്പോൾ ഇത് വളരെ ശ്ലാഘനീയമായ വിധത്തിൽ കാൽപ്പനികമെങ്കിലും ഈ ഒരു സങ്കീർണമായ വിഷയത്തെ വളരെ സാമർഥ്യത്തോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ജെയിംസിനെ വ്യക്തിപരമായി അറിയില്ല, പക്ഷേ ഇപ്രകാരമുള്ള ഒരു മഹനീയമായ രചന അദ്ദേഹം നടത്തിയതിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ എനിക്ക് സന്തോഷം തന്നെയാണ്. ഇതിൻ്റെ ഓരോ അധ്യായങ്ങളിലും അവിസ്മരണീയമായ സംഭവങ്ങളും പ്രസ്താവനകളും. എനിക്ക് ജെയിംസിൻ്റെ രചനാ ശൈലി വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ രൂപവും ഭാവവും രുചിയും എന്നെ നന്നേ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരം ഒരു നോവൽ വായിക്കാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനിയും ഈ നിരീശ്വരൻ എന്ന സങ്കല്പത്തെ പറ്റി 1-2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
ജെയിംസ് ഇതിൽ പറയുന്നത് ഈശ്വര സങ്കല്പവും നിരീശ്വര സങ്കല്പവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ദൈവമെന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നാം കാണുന്നത്, മതത്തിൻ്റെ മേഖലയിൽ കാണുന്നത് മുഴുവനും മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ അങ്ങനെ മനുഷ്യനെ നിർമ്മിക്കാനായിട്ട് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത് പ്രധാനമായും മനുഷ്യൻ്റെ പരിമിതികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ മതങ്ങളുണ്ടാകും, മതങ്ങൾ തമ്മിൽ മതഭേദങ്ങളുണ്ടാകും, സ്വരച്ചേർച്ച ഉണ്ടാകുവാൻ സാധ്യമല്ല. കാരണം അവയെല്ലാം പരിമിതപ്പെട്ടതായതുകൊണ്ട്, അവയുടെ പരിമിതികൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ട്, അംശമായതിൽ അള്ളിപ്പിടിച്ചത് തന്നെ അത് മാത്രമാണല്ലോ നിതാന്ത സത്യമെന്ന അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ നിലനിർത്തുമ്പോൾ ഒരിക്കലും പരസ്പരമായ സഹിഷ്ണുത പാലിപ്പാനോ സഹകരിപ്പാനോ മതങ്ങൾക്ക് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി ജെയിംസ് ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്നു. പക്ഷെ അതിനേക്കാൾ ശ്രദ്ധേയമായി അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്നത്, ദ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണും ക്വാർട്സുമാണ്. ഇത് സയൻസാണ്. എനിക്ക് സയൻസിൽ അത്ര സാങ്കേതിക അറിവില്ല എങ്കിലും അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസിയും അവിശ്വാസിയും ആ തലത്തിൽ ഒന്നാണ് എന്ന് മാത്രവുമല്ല, ഇപ്പം നാം ദൈവം സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസിയിലും അവിശ്വാസിയിലും, മനുഷ്യരിലും മൃഗങ്ങളിലും നിർജീവ വസ്തുക്കളിലും, സാത്താനുണ്ടെങ്കിൽ സാത്താനിൽ പോലും ദൈവം വ്യാപിച്ചു കിടക്കുന്നു എന്നതാണല്ലോ സർവ്വവ്യാപി എന്ന ആശയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തെ, ആ ദൈവം എല്ലാറ്റിലുമുണ്ട്. എപ്രകാരമാണോ ഈ ലോകത്തിൽ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇലക്ട്രോൺ കൊണ്ടും ക്വാർട്സ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നിരിക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഒരു ദൈവത്തെ, ഏക ദൈവത്തെ, ദൈവം ഒന്നേ ഉള്ളതെന്ന് എല്ലാവരും പറയും, ഏക ദൈവത്തെ നിങ്ങളുടെ ദൈവമായി ഈ വെട്ടിച്ചുരുക്കി വെച്ചിരിക്കുന്നത് എന്ന അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം വളരെ വളരെ അർത്ഥവത്താണ്, വളരെ ശ്രദ്ധേയമാണ്. ഇത് ഞാൻ എൻ്റെ വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നോവലിൽ കൂടെ വായിച്ചു കണ്ടപ്പോൾ എനിക്ക് അതീവമായ സന്തോഷമുണ്ടായി. നാം വ്യക്തമായി മനസ്സിലായി. ഇപ്പോൾ നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, എനിക്ക് സ്പിനോസയുടെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതായത് സ്പിനോസ ദൈവം നൽകിയ ദൈവസങ്കല്പത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, അല്ല നിങ്ങൾ പറയുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അഗ്രഗണ്യനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പിനോസ പറഞ്ഞ ദൈവം ഇത് തന്നെയാണ്. ഈ അടിസ്ഥാന സബ്സ്റ്റൻസ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, സബ്സ്റ്റൻസ്. അപ്പം സബ്സ്റ്റൻസ് എന്താണ് എന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു വരുമ്പോൾ, അത് നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ക്വാർട്സുമാണ്. അത് ആ തലത്തിൽ ലോകത്തിലുള്ളതെല്ലാം ഒന്നാണ്. ബാക്കി വകഭേദങ്ങളും ഭേദവ്യത്യാസങ്ങളും ഒക്കെ മനുഷ്യൻ അവൻ്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്ന് സത്യമറിയാത്തത് കൊണ്ട്, വിവരമില്ലാത്തത് കൊണ്ട് അവൻ സൃഷ്ടിച്ചെടുക്കുകയും ഊതിവീർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അത് മനുഷ്യൻ എപ്പോഴും ശാപമായും അപകടമായും മാത്രം പരിണമിക്കും. അതുകൊണ്ട് മനുഷ്യരിൽ ഐക്യമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ഭിന്നിപ്പ് മാറ്റണമെങ്കിൽ, മതം ഒരു ശാപമായി തീരാതിരിക്കണമെങ്കിൽ, ദൈവസങ്കല്പത്തിൻ്റെ പേരിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയും കൊലവിളി നടത്തുകയും ചെയ്യാതിരിക്കണമെങ്കിൽ, നാം ഇപ്പോൾ അനുവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ ആശ്രയം വച്ചിരിക്കുന്ന ഈ ദൈവസങ്കല്പങ്ങൾക്ക് അതീതമായ ഒരു തലത്തിലേക്ക് ആത്മീയമായി ഉണരുവാൻ നമുക്ക് കഴിയണം എന്നതാണ് ഈ നോവലിൽ കൂടെ ജെയിംസ് അവതരിപ്പിക്കുന്ന ആശയമെന്നാണ് ഇത് വായിച്ചതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയുകയും ആ ദൈവം എൻ്റെ പോക്കറ്റിൽ മാത്രമാണെന്ന് പറയുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം, മൊണ്ണത്തരം സാധ്യമല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്നാൽ ഈ യഥാർത്ഥ സത്യത്തെ അറിയാതിരിക്കത്തക്കവണ്ണം വ്യക്തികളുടെ കണ്ണ് അടച്ചു കളയുന്നതും അവരെ മന്ദബുദ്ധികളാക്കുന്നതും
മനുഷ്യൻ അവൻ്റെ അല്പത്തരത്തിൽ നിന്ന് നെയ്തെടുത്ത മതസങ്കല്പത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവങ്ങളാണ്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അനേക ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന ഈ വിഡ്ഢിത്തരമാണ് എന്ന് ജെയിംസ് ഈ നോവലിൽ കൂടെ സ്ഥാപിക്കുമ്പോൾ അതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഐൻസ്റ്റൈൻ പറഞ്ഞതുപോലെ സ്പിനോസായുടെ ദൈവത്തെ എനിക്ക് സ്വീകാര്യമാണ്, നിങ്ങൾ പറയുന്ന ദൈവത്തെ എനിക്ക് സ്വീകാര്യമല്ല. അതിൽ വലിയ വലിയ ആശയമുണ്ട്. അത് ജെയിംസ് ഇതിൽ പറയുന്നില്ല, എങ്കിലും ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ താല്പര്യത്തോടെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദയവായി ഈ നോവൽ വായിക്കണം. ഞാൻ നിരീശ്വരവാദം പടർത്തുവാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത് എന്ന് എനിക്കെതിരെ വലിയ കുപ്രചരണം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭകൾ എനിക്കെതിരെ വീണ്ടും വാള് ഓങ്ങാനുള്ള എല്ലാ സാധ്യതയും മുന്നമേ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ പറയുന്ന നിരീശ്വരവാദമല്ല ഇതിനകത്ത്. നിരീശ്വരവാദത്തിനും കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ജെയിംസ് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ 1-2 ഭാഗങ്ങൾ കൂടെ വായിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. പേജ് 310 പേജിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം. വിശ്വാസമായാലും അവിശ്വാസമായാലും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. ഈശ്വര വിശ്വാസത്തിന് എത്ര കണ്ട് ശക്തിയുണ്ടോ അത്രേ തന്നെ ശക്തി നിരീശ്വരവാദത്തിനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനും ഇടയിൽ പൊതുവായുള്ള തുല്യ അളവ് വിശ്വാസമാണ്. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും ഇല്ല എന്ന് വിശ്വസിക്കുന്നതും രണ്ടും വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് അതിൻ്റെതായ വീര്യം ഉണ്ടായിരിക്കും. പിന്നെ ആ പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നു, അതേ മനസ്സ് തുറന്ന നിങ്ങളെയും ഇപ്പോൾ അന്ധവിശ്വാസത്തെ എതിർക്കാൻ പോയ നിങ്ങളും മതതീവ്രവാദികളായ ഭീരുക്കളും തമ്മിൽ ഇപ്പോഴെന്താണ് വ്യത്യാസം? ഇനിയും ഞാൻ വേറൊരു ഭാഗം കൂടെ വായിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. നിരീശ്വരവാദത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാനാവുന്ന ഒരാൾക്ക് പോലും ശുദ്ധമായ ആത്മീയതയെ അനുഭവിക്കാനാകും. നാമത്തിനും രൂപത്തിനും അപ്പുറത്തുള്ള തനിപ്പെട്ട നിലയാണ്. പക്ഷേ നിർഭാഗ്യത്തിന് നിരീശ്വരവാദികൾക്കിടയിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്ന മൈക്കിൻ്റെ മുമ്പിൽ വന്ന് വീരവാദ വിളക്കുന്ന നിരീശ്വരവാദികൾ വേണ്ടതുപോലെ ചിന്തിക്കുന്നില്ല. അവർ വിവരദോഷികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറയുന്നത്. അവർ ചില കൊച്ചു തട്ടിപ്പുകളുടെ പിറകെ സഞ്ചരിച്ച് തൊലിപ്പുറമേയുള്ള ഇക്ലി അനുഭവിച്ച് നിർവൃതി അടയുന്നു. അതിനപ്പുറമുള്ള ആഴമേറിയ സാധ്യത ഒന്ന് തൊടാൻ പോലും മെനക്കെടുന്നില്ല മിക്കവരും. അത് തന്നെയാണിപ്പോൾ നിങ്ങൾക്കും സംഭവിച്ചത്. ഈശ്വരനില്ലെന്നത് നിങ്ങളുടെ ശക്തമായ വിശ്വാസമായിരുന്നു. ആ ദൃഢവിശ്വാസത്തിന് നിങ്ങളൊരു മൂർത്ത രൂപം നൽകി. അതിനുമേൽ ആരൊക്കെ മനസ്സർപ്പിച്ചോ അവരുടെ സംഗമത്തിൽ അസാധാരണമായ പലത് സംഭവിച്ചു. ഈശ്വരനില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്ഥാപിച്ച ഈ പ്രതിമയില്ലേ, നിരീശ്വരന്റെ പ്രതിമ, അതിൽ മനുഷ്യർ അതുവരെ അവർ മറ്റ് ദൈവങ്ങളിൽ എപ്രകാരമാണോ വിശ്വാസം അർപ്പിച്ചത് അതേ തീക്ഷ്ണതയിൽ നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയ ഈ വിഗ്രഹത്തിന്മേൽ അവരുടെ വിശ്വാസം അവരർപ്പിച്ചത് കൊണ്ട് വിശ്വാസത്തിൻ്റെ ഊർജം ഈ നിരീശ്വരനിൽ കൂടെയും അവർക്ക് അനുഭവിക്കാനിടയായി എന്നാണ് ഇതിൻ്റെ പ്രമേയം. ഇതിൽ ചിന്തിക്കാൻ വകയുണ്ട്. ദയവായി വായിക്കുക. ഇതിൻ്റെ സാരാംശത്തെപ്പറ്റി ചിന്തിക്കുക. ഇനിയും ഇതിൻ്റെ കവർ പേജിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം കൂടെ വായിക്കട്ടെ. ആലും മാവും ചേർന്ന ആത്മാവിൻ്റെ ചോട്ടിൽ സകല ഈശ്വരന്മാർക്കും ബദലായി പ്രതിഷ്ഠിക്കപ്പെട്ട നിരീശ്വരൻ സൃഷ്ടികർത്താക്കൾക്കും മീതെ പടർന്ന് പന്തലിക്കുമ്പോൾ ചരിത്രാതീത കാലം മുതൽ നിലനിന്ന വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള സംഘർഷം ഒരു മൂന്നാം കാഴ്ചയിലേക്ക് വായനക്കാരെ എത്തിച്ചേർക്കുന്ന അത്ഭുതം സംഭവിക്കുന്നു. ജെയിംസിൻ്റെ ഫോട്ടോ ഇതാണ്. ഈ നോവലിൻ്റെ പേര് നിരീശ്വരൻ. പബ്ലിഷ് ചെയ്തത് DC ബുക്സ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ 2014. ഇതിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മറ്റനേക പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
ഇപ്രകാരമുള്ള ഒരു എഴുത്തുകാരൻ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. നമസ്കാരം.